സംഗീത അധ്യാന മന്ത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട് 1 വരുന്ന ഫസ്റ്റ് ടോപ്പിക് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്. അതിൽ ഒറിജിൻ ഓഫ് മ്യൂസിക് എന്താണെന്ന് നമുക്ക് നോക്കാം. നാദമാണ് സംഗീതത്തിന് ആധാരം. നാദത്തിൽ നിന്ന് ശ്രുതികളും, ശ്രുതികളിൽ നിന്ന് സ്വരങ്ങളും, സ്വരങ്ങളിൽ നിന്ന് രാഗങ്ങളും ഉണ്ടാകുന്നു. ഇവയുടെ മേളനമാണ് സംഗീതം. അപ്പോൾ സംഗീതം എന്താണ്? ഒരു നാദഭാഷയാണ്. മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും സംഗീതത്തിലൂടെ നമുക്ക് കലകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രയോജക കലകളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ദൃശ്യകലകൾ ഒറിജിൻ ഓഫ് മ്യൂസിക്കിൽ വരുന്നതാണ്. മാർഗി ദേശി ഇവാലുവേഷൻ ഓഫ് ദേശീയ സംഗീതം അഭിവൃദ്ധിപ്പെട്ട് ഉണ്ടായതാണ് ദേശീയ സംഗീതമെന്ന് ശ്രീ സാംബമൂർത്തി അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവാലുവേഷൻ ഓഫ് സ്കെയിൽസ് അഥവാ സ്കെയിലുകളുടെ ഏറ്റവും താണസ്ഥായിലുള്ള നീ എന്ന സ്വരം അനുദാത്തവും, മധ്യസ്ഥായിലുള്ള സാത്തിലെ സ്വരപഞ്ചകം 5 സ്വരങ്ങൾ കാലക്രമത്തിൽ വളർന്ന് മാപ്പ എന്നീ 2 സ്വരങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സാമഗാനത്തിൽ സരിഗമ പദനി എന്നീ 7 സ്വരങ്ങളാണുള്ളതെന്നും കീർത്തനങ്ങൾ പോലുള്ള വിവിധ ഭക്തിഗാനങ്ങളെ കുറിച്ച് പരാമർശിക്കില്ല. പ്രധാന രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൃതി, കീർത്തനം. ഈ സംഗീത രൂപങ്ങളുടെ വരികളും മൊത്തത്തിലുള്ള ഘടനയും വിലയിരുത്തപ്പെടുന്നത് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 1 ഏൻഷ്യൻ പീരീഡ്, സെക്കൻഡ് 1 മിഡീവൽ പീരീഡ്. കാല ചോദ്യപേപ്പറുകൾ. സൗത്ത് ഇന്ത്യൻ മ്യൂസിക് എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? അതിൻ്റെ ആൻസർ പി സാംബ. ആരാണ് തിയറി ഓഫ് ഇന്ത്യൻ മ്യൂസിക് എന്ന ബുക്ക് എഴുതിയത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മിസ് എൽ ഐസക് എന്ന്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കേട്ടഡ് കാറ്റഗറി ഫോർ മ്യൂസിക്കിന് ക്രാഷ് കോഴ്സ് കൊടുക്കുന്നത്. ഓൾറെഡി ഇന്ന് തൊട്ട് നമ്മുടെ കോഴ്സ് തുടങ്ങി. കുറച്ച് അധ്യാപകർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ സംഗീത അധ്യാപകരും ഇന്ന് തന്നെ സംഗീത അധ്യാന മന്ത്രിയിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം തുടങ്ങും. താങ്ക് യു.